വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 25 41-42 സൂക്തങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് ഇവിടെ നൽകുന്നത്. അവർ താങ്കളെ കാണുമ്പോൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ, ഇവനെയാണോ ദൈവം പ്രവാചകനായിട്ട് അയച്ചിരിക്കുന്നത്? ഇവൻ നമ്മെ നമ്മുടെ ദൈവങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കാറായിരിക്കുന്നു. അതിനാൽ നാം ഉറച്ച് നിലകൊള്ളേണ്ടതുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ വഴിതെറ്റിപ്പോയവനെന്നത് അവർ തീർച്ചയായിട്ടും അറിയും ആ ദൈവത്തിൻ്റെ ശിക്ഷ നേരിൽ കാണുമ്പോൾ. ഈ സൂക്തങ്ങളിൽ സത്യനിഷേധികൾ നബി തിരുമേനിയെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്. അതായത് പണവും പ്രതാപവും സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാതെ, അതൊന്നും ഇല്ലാത്ത, യാതൊരു അധികാരമൊന്നും ഇല്ലാത്ത ഒരാളെയാണോ ദൈവം പ്രവാചകനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്? ഇനി ഇദ്ദേഹത്തിൽ വിശ്വസിച്ചവരാകട്ടെ അടിമകൾ, ഏഴകൾ, ദരിദ്രനാരായണന്മാർ, സ്വന്തം അനുയായികളെ മർദ്ദന പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പോലും ഇദ്ദേഹത്തിനാകുന്നില്ല. ഇതെന്ത് പ്രവാചകനാണ് എന്നിങ്ങനെ ഉള്ള പരിഹാസവും വിമർശനവുമാണ് സത്യനിഷേധം നടത്തുന്നത്. അതേസമയം നബി തിരുമേനിയുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് അവർക്ക് നല്ല മതിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാന്യത, വിവേകം, സത്യസന്ധത, കാര്യപ്രാപ്തി, നീതിനിഷ്ഠ, വിശ്വസ്തത, ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ അവർക്ക് നല്ല സംതൃപ്തിയായിരുന്നു. അൽ അമീൻ എന്നാണ് അന്നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. വിശ്വസ്തൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ. പക്ഷേ തങ്ങളുടെ അന്ധവിശ്വാസങ്ങൾക്കും അതുപോലെ തന്നെ ഭൗതികമായ താല്പര്യങ്ങൾക്കും ആസക്തികൾക്കും നിരക്കാത്തൊരു ആദർശമാണ് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് എന്നതാണ് അവരെ അസംതൃപ്തരാക്കിയത്. അവരെ അദ്ദേഹത്തെ അസ്പൃശ്യനാക്കിയതും അദ്ദേഹത്തെ അനഭിമതനാക്കിയതും ഈ കാരണം തന്നെയാണ്, ഈ പുതിയ ആദർശം. തുടർന്നുള്ള സൂക്തത്തിൽ സത്യനിഷേധികൾ തങ്ങളുടെ നാട്ടുകാരോട് പറയുന്നത് ഉദ്ധരിച്ചിരിക്കുകയാണ്. അതായത് ഈ മുഹമ്മദ് വളരെ ബുദ്ധിമാനാണ്, തന്ത്രജ്ഞനാണ്, കൗശലക്കാരനുമാണ്. അയാളുടെ സ്വഭാവവും പെരുമാറ്റവും വ്യക്തിത്വവും ആരെയും ആകർഷിക്കുന്നതുമാണ്. അയാളുടെ വചനങ്ങൾ ആരെയും ഹഠാതാകർഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ കാക്കക്കാരണവന്മാർ അവരുടെ കാലം തൊട്ടേ നാം ആചരിച്ചു വരുന്ന, ആരാധിക്കുന്ന നമ്മുടെ കുലദൈവങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകരുത്. അതിൽ നാം ഉറച്ചു നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളിൽ നിന്നും നമ്മൾ വഴുതിപ്പോകും എന്ന് അവർ നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കരുത്, ഖുർആൻ വചനങ്ങൾക്ക് ചെവി കൊടുക്കരുത് എന്നിങ്ങനെ നാട്ടുകാരോട് ഉപദേശിക്കുകയാണ്. നബി തിരുമേനിയെ നമുക്കറിയാമല്ലോ, നബി തിരുമേനിയെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ട ഒരു ദേഹമായിരുന്നു ഉമർ, സാക്ഷാൽ ഖലീഫ ഉമർ. അദ്ദേഹം ഉമറിനെ നബിയെ വധിക്കാൻ വേണ്ടിയിട്ട് വാളൂരി പിടിച്ചുകൊണ്ട് പുറപ്പെടുകയാണ്. അപ്പോഴാണ് വഴിയിൽ വെച്ചൊരാൾ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് ഉമർ? ലക്ഷ്യത്തിലാണല്ലോ, വാളം പിടിച്ചിട്ടാണല്ലോ പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഹമ്മദിൻ്റെ തല വെട്ടാൻ പോവുകയാണ്. ഈ നാട്ടിലവൻ വലിയ കുഴപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, എങ്കിൽ നീ ആദ്യം നിൻ്റെ വീട്ടുകാരെ നന്നാക്കുക, എന്നിട്ട് മതിയല്ലോ മുഹമ്മദിനെ നന്നാക്കാൻ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? തൻ്റെ സഹോദരി ഫാത്തിമയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഉടൻ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോകുന്നു. ദൂരെ നിന്ന് തന്നെ ഈ ഒരു ഖുർആൻ പാരായണത്തിൻ്റെ ശബ്ദം അദ്ദേഹം കേൾക്കുന്നുണ്ട്. അങ്ങനെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ തുറക്കുന്നില്ല. അവസാനം വാതിൽ ചവിട്ടി തുറന്നു. ഫാത്തിമയുടെ ഭർത്താവിനെ തല്ലുന്നു. ഫാത്തിമ തടുക്കാൻ വേണ്ടി ചെല്ലും, ഫാത്തിമക്കും കിട്ടി മുഖത്ത് പ്രഹരം. അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ ക്ഷോഭമൊക്കെ അസ്തമിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്,
നിങ്ങളെന്താണ് ഇവിടെ വായിച്ചുകൊണ്ടിരുന്നത്, എന്താണ് പാരായണം ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇത് വിശുദ്ധ ഖുർആൻ്റെ ഒരു ഏടാണ്, അത് ഞാനൊന്ന് കാണട്ടെ, എനിക്കൊന്ന് വായിക്കാൻ തരും. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ശുദ്ധിയുള്ളവർ തൊടാൻ പാടില്ല, അവിടെ പോയിട്ട് കുളിച്ച് ശുദ്ധിയായിട്ട് വരിക, എങ്കിൽ ഞങ്ങൾ തരാം. അങ്ങനെ അദ്ദേഹം കുളിച്ച് ശുദ്ധിയായിട്ട് വരുന്നു. ആ ഖുർആനിൻ്റെ ഭാഗം ത്വാഹ എന്ന അധ്യായത്തിലെ ഏതാനും വരികൾ അദ്ദേഹം വായിക്കുകയാണ്. അതിൽ അദ്ദേഹം വളരെയധികം മാനസാന്തരം സൃഷ്ടിക്കുകയാണ്. അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ വചനങ്ങൾ ഒരിക്കലും മുഹമ്മദിൻ്റേതല്ല, ഒരു മനുഷ്യൻ എഴുതിയതല്ല, ഇത് ദൈവത്തിൻ്റെ വചനങ്ങളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുകയും അങ്ങനെ പ്രവാചകൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അതൊരു ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഗതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി തുഫൈൽ അദ്ദൂസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദൂസ് ഗോത്രത്തിൽപ്പെട്ട അതിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിൽ വന്നപ്പോൾ മക്കയിലെ ഖുറൈശി മൂപ്പന്മാർ അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ഒരിക്കലും മുഹമ്മദിൻ്റെ അടുത്ത് പോകരുത്, മുഹമ്മദിനെ കാണാനേ പാടില്ല, അവൻ ജ്യോത്സ്യനാണ്, ഭ്രാന്തനാണ്, അവൻ്റെ വചനങ്ങൾ താങ്കൾ കേട്ടാൽ ചിലപ്പോൾ അതിലൊക്കെ മയങ്ങി വീണുപോകും, അതുകൊണ്ട് ഒരിക്കലും കാണാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, കവിയും ആണല്ലോ. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം കഅബയിലേക്ക് ചെന്നു. അപ്പോൾ കുറച്ചപ്പുറത്തായിട്ട് മുഹമ്മദ് നബി നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹം തൻ്റെ ചെവിയിൽ പഞ്ഞി വെച്ചിട്ടാണ് പോയത്ര കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അതൊന്ന് കേട്ടാലിപ്പോൾ എന്താണ്, ഞാൻ വലിയ പണ്ഡിതനാണ്, കവിയാണ്, എന്നെ ഒരിക്കലും വഴിതെറ്റിക്കാമെന്ന് മുഹമ്മദിന് കഴിയില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അത് കേൾക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലത് വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു. അങ്ങനെ മുഹമ്മദ് നബി വീട്ടിലേക്ക് പോകുമ്പോൾ പുറകെ കൂടി വീട്ടിൽ ചെന്ന് അദ്ദേഹം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. നബി തിരുമേനി എല്ലാം വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് സംഗതി മനസ്സിലായി, ഇത് ദൈവിക വചനങ്ങൾ തന്നെയാണ്, ഒരിക്കലും മുഹമ്മദിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതല്ല. കാരണം ഇദ്ദേഹം ഒരു വലിയ കവിയാണ്, അദ്ദേഹത്തിന് അറിയാം അറബി ഭാഷയുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് സാധാരണ മനുഷ്യന്മാർക്ക് ഒരിക്കലും രചിക്കാൻ പറ്റുന്നതല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുകയും അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയുമാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ കേട്ടുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പോഴും യൂറോപ്പിലും അമേരിക്കയിലും പല നാടുകളിലും ഖുർആൻ വായിച്ച് ഖുർആൻ പഠിച്ചിട്ട് എത്രയോ ആളുകളാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോൾ ഈ വസ്തുതയൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ്.